ഈ HSA കമ്പനി കാരണം നമുക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ. എത്ര കഷ്ടമാണ് കേട്ടോ. പൊടി കൊച്ചുങ്ങൾക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. മെനഞ്ഞാന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് റൂമിൻ്റെ അകത്ത് വേറെ നാറ്റം വരെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമര കൂട്ടായ്മയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ചന്ദനത്തിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരു കോഴി വേസ്റ്റ് സംസ്കരണ ശാലയ്ക്കെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. സാധാരണഗതിയിൽ സമരങ്ങൾ ചെയ്യുമ്പോൾ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കയ്യിലേന്തുക, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത സ്ഥലത്ത് പകലൊരു സമരം നടന്നാൽ പോലും അവർ മെഴുകുതിരി കത്തിച്ച് വെളിച്ചം കണ്ടുകൊണ്ടാണ് ആ സമരത്തെ നയിക്കുന്നത്. പ്രതിഷേധത്തിന് വേണ്ടി കറണ്ടില്ലാത്ത ഞങ്ങൾ ഇതാ മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കും കത്തിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിരിക്കുന്നത് അത്തരമൊരു സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഞാനടക്കമുള്ള ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ നമ്മുടെ ചിതറ പഞ്ചായത്തിൻ്റെ കിളിത്തട്ട് വാർഡിലും ചക്കമല വാർഡിലും സത്യമംഗലം വാർഡിലും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചു പോകുന്നത് എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ ആലേപനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുന്തിരിക്കവും ചന്ദനത്തിരിയും കത്തിച്ചുകൊണ്ടോ അതിൻ്റെ ചുവട്ടിലാണ് വീട്ടിൽ തങ്ങുന്ന ആളുകൾ കഴിയുന്നത്. ജോലിക്കും പഠനത്തിനും മറ്റുമായി വെളിയിലേക്ക് പോകുന്ന ആളുകൾ ഒഴികെ നമ്മുടെ പ്രദേശത്ത് തങ്ങുന്ന ആളുകളെല്ലാം ഇത്തരത്തിൽ ഇവിടെ കാണുന്നത് പോലെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നത്. അത്തരത്തിലൊരു സമൂഹത്തെ ആകെ വല്ലാത്ത പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഒരു മഹാപ്രശ്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളും ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പ് മേധാവികളും വളരെ ലാഘവത്തോടു കൂടി കാണുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനയുളവാക്കുന്നതും പ്രതിഷേധാർഹവുമാണ്. ഈ ജനങ്ങളിങ്ങനെ അസഹ്യമായ ദുർഗന്ധം വളരെ നാളുകളായി അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ വിഭാഗക്കാർക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം താഴോട്ട് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളും MLAയും MPയും അടക്കമുള്ള ആളുകൾക്ക് നിവേദനം കൊടുക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്തവരാണ് ഞാനടക്കമുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾ. പക്ഷേ വളരെ ബുദ്ധിപൂർവം അസാധാരണമായ ലാഭം കൊയ്യാൻ കഴിയുന്ന അറവു മാലിന്യത്തിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവർ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് കൊടുത്തിട്ടുള്ള അപേക്ഷയിലും അവർക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ള അനുമതി പത്രത്തിലും അടിവരയിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു മുൻകരുതലുകൾ പോലും എടുക്കാതെ ഈ ദുർഗന്ധമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ നാസാരന്ധ്രങ്ങളെ തളച്ച് കയറ്റിക്കൊള്ളട്ടെ, അവർ ചുമയും ഛർദിയും വയറിളക്കവുമായി ആശുപത്രികളിൽ പൊയ്ക്കോട്ടെ, ഞങ്ങൾക്ക് ലാഭം മതി എന്ന് മാത്രം ലാഭചിന്തയിൽ മാത്രം രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുതലാളി വിഭാഗം ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അവർ ഇതിന് പ്രതിഷേധത്തിന് മുമ്പിൽ വരുന്ന മുഴുവൻ ആളുകളെയും സ്വാധീനിക്കുന്നതിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും ദുർഗന്ധമുണ്ടാകാത്ത തരത്തിലാണ് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്നും ഈ കമ്പനി നടക്കുന്നതിൻ്റെ ചുറ്റുപാടും ഒരു അയൽവാസ കുടുംബങ്ങളുമില്ലെന്നും അയൽപക്കത്ത് 200 മീറ്ററിന് അപ്പുറം മാത്രമേ മനുഷ്യൻ ജീവിക്കുന്നുള്ളെന്നും അങ്ങനെ ജീവിക്കുന്നവരിൽ തന്നെ 3 കുടുംബം ഒഴികെ ബാക്കിയെല്ലാം പാങ്ങോട് പഞ്ചായത്തുകാരാണെന്നും ഈ സമരത്തിന് നിൽക്കുന്നവർ ഈ കമ്പനിയിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഇത് അടപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണ് എന്നുമാണ് അത്തരത്തിലുള്ള സിനിമാ പടങ്ങളിലൂടെ അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നട്ടാൽ കിളിർക്കാത്ത ഈ കള്ളം, ഈ പ്രദേശത്ത് ഈ ദുർഗന്ധം അനുഭവിക്കുന്ന ആളുകൾ
ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ബോധ്യമുണ്ട്. എല്ലാ ഓഫീസുകളിലും സ്വാധീനം ചെലുത്തുന്നതിന്, എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നതിന് നല്ല രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ തലത്തിൽ നല്ല പിടിപാടുമുള്ള ആളുകളാണ് ഇത് നടത്തുന്നത് എന്നതുകൊണ്ട് നമ്മുടെ പ്രതിഷേധം നാളിതുവരെ പൂക്കുല ചിതറും പോലെ ചിതറിപ്പോവുകയാണ്. പാറയിലടിച്ച പൂക്കുല എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രതിഷേധം എങ്ങുമെത്താതെ കിടക്കുകയാണ്. ഇവിടെ കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകുന്ന, അംഗൻവാടിയിൽ പോകുന്ന കുട്ടികൾ, അവർ ഈ പരിസരത്തു കൂടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്കറിയാം അവരനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെ വലിപ്പം. അവർ അതിവേഗം ഓടിപ്പോവുകയാണ് എങ്ങനെയെങ്കിലും സ്കൂളിലും അംഗൻവാടിയിലും എത്തുവാൻ. നമ്മുടെ പ്രദേശത്തെ വീടുകളിൽ ആഹാരം കഴിക്കുമ്പോൾ ജനലും വാതിലും അടച്ചുപൂട്ടിക്കൊണ്ടിരുന്നാലും ദുർഗന്ധം അകത്ത് പ്രവേശിക്കുന്ന തരത്തിൽ, അതിഭയാനകമായ തരത്തിലാണ് ഇതിൻ്റെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം ഒരു പ്രത്യേക ഇൻ്റർവ്യൂവിൽ നമ്മുടെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത്, ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ കമ്പനി വരുത്തുന്നില്ല, അവർക്ക് ഒരു തരത്തിലുള്ള ദുർഗന്ധവും വരുന്നില്ല എന്നാണ്. ഇതിൻ്റെ നിജസ്ഥിതി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരടക്കം ബോധ്യപ്പെടുന്നതിന് വേണ്ടി നിരവധി തവണ ഇടപെട്ടുകൊണ്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഒന്നെത്തി പരിശോധന നടത്തണമെന്ന് പറഞ്ഞെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ആ കമ്പനി പ്രവർത്തിക്കാത്ത സമയം നോക്കി ഇവിടെ വന്നിട്ട് ഇവിടെ സമീപ പ്രദേശങ്ങളിൽ ജനവാസമില്ലെന്നും ഇത് വാഹനത്തിൽ ഇതിൻ്റെ വേസ്റ്റ്, ഇതിൻ്റെ അസംസ്കൃത സാധനം കൊണ്ടുവരുമ്പോൾ ഒരു തരത്തിലുള്ള ദുർഗന്ധവും വമിക്കുന്നില്ലെന്നും അതൊക്കെ ഫ്രീസറൈസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്നുമുള്ള പച്ചക്കള്ളം എഴുതി റിപ്പോർട്ടായി പഞ്ചായത്തിൽ കൊടുത്തിരിക്കുകയാണ്. മുകളിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തല ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണങ്ങളും ഈ റിപ്പോർട്ട് പോലെ തന്നെ സമാനമായിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്നത്, ഈ പ്രദേശത്ത് ഇത് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമില്ല. ഞങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നവും ദുർഗന്ധം കൊണ്ട് അസഹ്യമാകുന്ന പരിസരവും മാത്രമാണ് ഞങ്ങളുടെ മുഖ്യ പ്രശ്നം. അതില്ലാതാക്കുന്നതിന് നിങ്ങൾ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പ് കൊടുത്തിട്ടുള്ള അത്യന്തം സങ്കീർണമല്ലാത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുർഗന്ധമില്ലാതെ തന്നെ ഈ ഉൽപ്പാദനം നടക്കുന്നതിനും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിനും ഈ നാട്ടിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാങ്കേതികമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഉൽപ്പാദനം നടത്തിക്കോ. HSA കമ്പനി കാരണം നമുക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ. എത്ര കഷ്ടമാണ് കേട്ടോ. പൊടി കൊച്ചിങ്ങാക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. മെനഞ്ഞാന്ന് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് റൂമിൻ്റെ അകത്ത് വേറെ നാറ്റം വരെയാണ്. റൂമിൻ്റെ അകത്ത് ലാസ്റ്റ് ഞാൻ സ്പ്രേ അടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. അത്ര അവസ്ഥയാണ്. ഇവർ കാരണം നമ്മൾ ഇഞ്ചിഞ്ചായി മരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ കൊച്ചിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഈ കൊച്ച് വേറെ നാറ്റം വന്ന മൂക്കും പൊത്തിക്കൊണ്ട് വീട്ടിൽ 4 സൈഡ് ഓട്ടും. എങ്ങോട്ട് ചെന്ന് കയറട്ടെന്നാണ്. മെനഞ്ഞാൽ ഞാൻ ഛർദ്ദിച്ച്, എൻ്റെ കൊച്ചും ഛർദ്ദിച്ച്, നാറ്റം കയറി. ആഹാരം പോലും വായിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ചായ പോലും എടുത്ത് കുടിക്കാൻ പറ്റും. ആ ഗ്ലാസിൻ്റെ അകത്തുനിന്നാണ് നാറ്റം പറഞ്ഞത്. അത്ര കഷ്ടമാണ്. ആ മുതലാളി തായിലോ കൂടെ സ്കൂട്ടിയിൽ അങ്ങ് പോകും. അവരെ വീട്ടുകാർ നല്ലപോലെ കിടന്നുറങ്ങും. ഞങ്ങളെങ്ങനെ കിടന്നുറങ്ങും? പാരാത്രിയായാൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അത്ര അവസ്ഥയും. വെളുപ്പം കാലത്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റത്തില്ല. അത്ര അവസ്ഥ. ഒരു 6 മണി കഴിഞ്ഞാൽ, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ നാറ്റം വരും. ഇന്ന് നാറ്റം ഇല്ല. എന്തുകൊണ്ട് ഇന്ന് നാറ്റം ഇല്ലാത്തത്? നിങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും നാറ്റം ഇല്ലാത്തത്. അത്ര അവസ്ഥയാണ്. ഇതിലൊന്നും ഈ റൂട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സ്കൂളിൽ എൻ്റെ കൊച്ചിനെ കൊണ്ട് അതുവഴിയൊക്കെയാണ് പോകുന്നത്. കൊച്ചു മൂക്കും പൊത്തിക്കൊണ്ട് ഓട്ടമാണ് എങ്ങോട്ട് പോട്ടെന്ന് പറഞ്ഞു. അത്ര അവസ്ഥയാണ്.